എൻ്റെ പേര് ലില്ലിക്കുട്ടി. ഞാൻ കൊല്ലം ജില്ലയിൽ നിന്ന് വരുന്നു. കൃപാസനത്തെക്കുറിച്ച് ഞാൻ അറിയാൻ എൻ്റെ അനിയത്തിയുടെ ഇഷ്ടപ്രകാരമായിരുന്നു. അവൾ ഡൽഹിയിലാണ് താമസിക്കുന്നത്. ഞാനും ഡൽഹിയിലായിരുന്നു. ഞാനൊരു പ്രൈവറ്റ് ഓഫീസിൽ ഡോക്യുമെൻറ്റേഷൻ അസിസ്റ്റൻ്റായിട്ട് ജോലി ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാനും എൻ്റെ സഹോദരനും കൂടി ഒരു റൂമിൽ താമസിക്കുമായിരുന്നു. എൻ്റെ സഹോദരന് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. അന്ന് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു. അങ്ങനെ എൻ്റെ കൂട്ടുകാരിയുടെ റൂമിൽ ഞാൻ പോയി കിടന്നു. രാത്രി ഞാനും എൻ്റെ കൂട്ടുകാരിയുമായി ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് എനിക്കൊരു പ്രത്യേക ഒരു അശരീരി ഉണ്ടായി. ചങ്ങല കിലുങ്ങുന്നത് പോലെ ഞാൻ കേട്ട് പേടിച്ചു. അങ്ങനെ എൻ്റെ കൂട്ടുകാരിയോട് ഞാൻ വിളിച്ചു പറഞ്ഞു. അവളൊന്നും അറിഞ്ഞില്ല. അങ്ങനെ എനിക്ക് പേടി തട്ടി. എനിക്ക് ഓർമ്മയൊന്നും ഇല്ലാതായി. അങ്ങനെ എന്നെ നേരം വെളുത്തപ്പോൾ എൻ്റെ സഹോദരി ആങ്ങളെയും കൂട്ടുകാരും എല്ലാം കൂടെ കൂട്ടിച്ചേർന്ന് സൈക്കാട്രിസ്റ്റ് ഡോക്ടറെ കൊണ്ട് കാണിച്ചു. അന്ന് മുതൽ 10-21 വർഷം കൊണ്ട് ഈ അസുഖത്തിന് ഞാൻ ഗുളിക എടുത്തുകൊണ്ട് ഇരിക്കുമായിരുന്നു. അതിനുശേഷം 5 വർഷം കൊണ്ട് ഇഞ്ചക്ഷൻ എടുക്കുമായിരുന്നു. എനിക്ക് ശരീരത്തിന് പല അസ്വസ്ഥതകളും ഉണ്ടായിരുന്നു. ജോലി ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഭയങ്കര വിഷമങ്ങളായിരുന്നു. ഞാൻ എന്നും രാവിലെയും വൈകിട്ടും കണ്ണുനീരോട് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ കണ്ണുനീരോട് ഓരോ ദിവസവും പ്രാർത്ഥിച്ചിട്ട് എൻ്റെ രോഗത്തിന് ഒരു വിടുതലും തരുന്നില്ല. അങ്ങനെ എൻ്റെ അനിയത്തി പറഞ്ഞു, നിൻ്റെ രോഗമെല്ലാം മാറും, നീ ഒരു കാര്യം ചെയ്യ്, കൃപാസനത്തിൽ പോയിട്ട് വാ എന്നും പറഞ്ഞ് എന്നെ പറഞ്ഞയച്ചു. ഞാൻ അങ്ങനെ വന്നു. 26/2/2022 ഫെബ്രുവരി മാസം ഞാൻ കൃപാസനത്തിൽ വന്നു. അങ്ങനെ ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്നു. അന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് എൻ്റെ മനസ്സിൽ തോന്നിച്ചു, ഈ കാശുരൂപം കൊന്തയിൽ കെട്ടി കഴുത്തിലിട്ടാൽ എന്താണെന്ന് എൻ്റെ മനസ്സിൽ തോന്നിച്ചു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ കാശുരൂപം എൻ്റെ കഴുത്തിലിട്ടു. ആ സമയത്ത് എൻ്റെ ശരീരത്തിൽ നിന്ന് എന്തോ ഒന്ന് മാംസമെല്ലാം വിറച്ചുകൊണ്ട് എന്തോ ഒന്ന് എൻ്റെ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. ശരീരത്തിന് ഭയങ്കര ചൂടുണ്ടായിരുന്നു. എൻ്റെ കൈകൾക്ക് വിറയലുണ്ടായിരുന്നു, വായ്ക്ക് വിറയലുണ്ടായിരുന്നു, പെടലിക്ക് വിറയലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഭയങ്കര ഭാരത്തിലും വിഷമത്തിലുമായിരുന്നു. ആ സമയത്ത് അതെല്ലാം മാറിപ്പോയി. ആ സമയത്ത് ശരീരത്തിന് ഭയങ്കര ചൂടും ഉണ്ടായിരുന്നു. എൻ്റെ മുഖത്തിന് നല്ല പ്രകാശം ലഭിച്ചു. ആ സമയത്ത് അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരത്തിന് ഫ്രീ ആയി, മുഖത്തിന് പ്രകാശമായി, എല്ലാം മാറി. ഇപ്പം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം, ഇത് കാശുരൂപമായിട്ട് കഴുത്തിലിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം, ഇങ്ങനെ സംഭവിച്ചതിന് ശേഷം ഞാൻ ഇഞ്ചക്ഷൻ എടുക്കാറേ ഇല്ല. 3 മാസമായി ഇഞ്ചക്ഷൻ എടുത്തിട്ട്. ഇഞ്ചക്ഷന് പോകുന്നതുമില്ല, എടുക്കുന്നതുമില്ല. അച്ഛന് വിശ്വാസമില്ലായിരുന്നു. എന്നാൽ തന്നെയും അനിയത്തിയോട് ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കാൻ പോകണ്ട, എനിക്ക് ശരീരത്തിന് ഫ്രീ ആയി, എനിക്ക് യാതൊരു കുഴപ്പവുമില്ല, ജോലിയെല്ലാം ചെയ്യുന്നു എന്ന് പറഞ്ഞ് അച്ഛനോട് പറഞ്ഞു. 2-3 ദിവസത്തൂടെ ഒരു ഇളവ് കൊടുക്കുക, അത് കഴിയുമ്പോൾ എന്തെങ്കിലും സംഭവിക്കുവാണെങ്കിൽ അന്നേരം ആശുപത്രി പോകാം. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു. എനിക്ക് അച്ഛൻ പറഞ്ഞു, മരുന്നും ഇതിൻ്റെ കൂടെ വേണം, പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ. ഞാൻ പറഞ്ഞു, അമ്മ മാതാവ് എനിക്ക് സൗഖ്യമാക്കി തന്നു, ഞാനിനി പോകുന്നില്ല മരുന്നിനൊന്നും. അത് പറഞ്ഞതിന് ശേഷം 3 മാസമായി ഇതുവരെ ഞാൻ പോയില്ല. എൻ്റെ രോഗത്തിന് സൗഖ്യം തന്നു, എനിക്ക് യാതൊരു കുഴപ്പവുമില്ല.